15ാമത് കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 16ാമത് സമ്മേളനം 2026 ജനുവരി മാസം 20-ന് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് 2026-27 തീയതികൾ സാമ്പത്തിക വർഷത്തെ ബജറ്റും സഭക്കകത്ത് അവതരിപ്പിക്കപ്പെടും. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ 32 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ജനുവരി 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിൻ്റെ മുകളിലെ ചർച്ചയാണ്. ജനുവരി 29-ന് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെടും. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന് മുകളിൽ പൊതുചർച്ച. ഫെബ്രുവരി 5-ാം തീയതി 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകൾ. അതോടൊപ്പം തന്നെ ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളും ഈ ദിവസങ്ങളിൽ പരിഗണിക്കും. ഫെബ്രുവരി 6 മുതൽ 22 വരെ സഭ ചേരുന്നതല്ല. ഈ സമയത്ത് ബഡ്ജറ്റ് സ്ക്രൂട്ടിനിയാണ് വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ വീണ്ടും 13 ദിവസം 2026-27 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളെ സഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കും. 2025-26 വർഷത്തെ അന്തിമ ഉപാധാനാഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലുകളും ഈ സഭാ സമ്മേളനം പാസാക്കേണ്ടതുണ്ട്. സമ്മേളന കാലയളവിൽ ജനുവരി 23, ഫെബ്രുവരി 27, മാർച്ച് 13 ഈ 3 ദിവസങ്ങളിൽ പ്രൈവറ്റ് മെമ്പർ ബില്ലാണ്. ഗവൺമെൻറ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങൾ ക്രമീകരിക്കുന്നത് കാര്യോപദേശക സമിതി ചേർന്നാണ്. തുടർന്ന് ഈ നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 2026 മാർച്ച് 26-ന് അവസാനിപ്പിക്കത്തക്ക നിലയിലുള്ള ഷെഡ്യൂളാണ് ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ KLIBF-ൻ്റെ വിജയവും അതിൽ നിങ്ങൾ നൽകിയ സഹായത്തിന് നിങ്ങളോട് ഒരു നന്ദി കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. KLIBF-ൻ്റെ 4th എഡിഷൻ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ 2026 ജനുവരി 7 to 13 നമ്മുടെ കോംപ്ലക്സിൽ വെച്ചാണ് നടന്നത്. 7-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശങ്കരനാരായണ തമ്പി ലോഞ്ചിൽ ഇത് ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഗസ്റ്റായി സാംബിയൻ MP-യും CPI-യുടെ പ്രസിഡന്റുമായ ഡോക്ടർ ക്രിസ്റ്റഫർ കലീലോ, ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുസ്താഖ്, പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ T. പത്മനാഭൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു. 4th നിയമസഭാ പുരസ്കാരം നമ്മൾ NS മാധവനാണ് നൽകിയത്. ഇത്തവണ നമുക്കേറെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഒരു വേദി നമ്മൾ സജ്ജമാക്കിയത്. ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകളൊന്നായി മാറിയത് സന്മനസ്സുള്ള ശ്രീനി എന്ന ഡിബേറ്റായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ട്രിബ്യൂട്ട് ചെയ്ത ഫംഗ്ഷൻ ഈ ലിറ്റററി ഫെസ്റ്റിവൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇവൻ്റായി മാറി എന്നുള്ളതാണ്. വലിയ റെസ്പോൺസായിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ KLIBF-ൻ്റെ ടോക്സ്, KLIBF-ൻ്റെ ഡയലോഗ്, മീറ്റ് ദ ഓതർ, പാനൽ ഡിസ്കഷൻസ്, ബുക്ക് റിലീസ്, ബുക്ക് ഡിസ്കഷൻ, സ്റ്റുഡൻസ് കോർണർ, മോഡൽ പാർലമെൻറ്റ് എന്നീ പരിപാടികൾ വിവിധ സെഗ്മെൻറ്റുകളിലായി നടന്നു. ഏതാണ്ട് 407 ഇവൻറ്റ്സാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലിറ്റററി ഇവൻറ്റ്സിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ 173 അതിഥികളെ നമ്മൾ ക്ഷണിച്ചിരുന്നു. 170 പ്രസാധകന്മാരിൽ നിന്നായി
282 പുസ്തക സ്റ്റാളുകളാണ് നമ്മൾ ഒരുക്കിയത്. ഒപ്പം നമ്മൾ ഡിഫറൻ്റ് ഏബിൾഡായ, പ്രത്യേകിച്ച് ബ്ലൈൻഡായ ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്റ്റാൾ ഞങ്ങൾ അനുവദിച്ചിരുന്നു.